ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഫുട്ബോൾ പണ്ഡിറ്റിൻ്റെ വായിൽ നിന്നും നമ്മൾ ഫാൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഫാൻസ് മാത്രമല്ല, പ്ലെയേഴ്സും. കാരണം ഈ ക്രിറ്റിസിസവും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവും ആണ് അവരെ ഗെയിമിൽ ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അതൊരു അതിര് കടന്നിട്ട് ഇൻസൾട്ട് എന്നുള്ളൊരു ലെവലിലേക്ക് പോയി കഴിഞ്ഞിരുന്നാൽ അത് പേഴ്സണലി അല്ലെങ്കിൽ ഒരു ടീമിനെ അത് എന്തുമാത്രം ബാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദിസ് വീഡിയോ ഫസ്റ്റ്. ഓക്കെ, ഈ ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് നിക്കി ബട്ട് ആൻഡ് പോൾ സ്കോൾസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എക്സ് പ്ലെയേഴ്സാണ്, ലെജൻഡ്സ് ഓഫ് ദ ഗെയിം. ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് എടുത്തു പറയപ്പെട്ട ഒരു കാര്യം, അതാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്കും കൂടെ തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ചാനലിപ്പം ഓൾമോസ്റ്റ് 800 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മേ ബി ഇൻ 1 month's ടൈം, ഒരു മാസത്തിനുള്ളിൽ ഒരു 200-220 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞിരുന്നാൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തും. സോ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. Kids, but I wouldn't like to see him against Haaland. Martinez against Haaland. You need De Ligt and Maguire back for that. Pick Martinez up and run with him. It'd be like, see a dad after school. He'd score, then throw him in the net. Running down the road like with a little... that's what it'd be like. ആഭ്യന്തര ശത്രുക്കൾ എന്ന് ഞാൻ ഈ വീഡിയോയുടെ തംബ്നെയിലിന് കൊടുത്ത ടൈറ്റിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം, കഴിഞ്ഞ 13 വർഷമായിട്ട് സർ അലക്സ് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഫർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീമിയർ ലീഗ് അടിച്ചിട്ടില്ല. അപ്പം ഫാൻസ്, ഇപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഗെയിംസ് ടി വിയിൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ എത്രയോ ആൾക്കാരുണ്ട് റെഗുലറായിട്ട് സ്റ്റേഡിയത്തിൽ പോയി സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ സഫറിങ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രയധികം സീസണായിട്ട് പോയി തോൽവി ഏറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻസാണ്. അപ്പോൾ ഈ ഫാൻസ് പോകുന്ന ഒരു എന്താ പറയുക, മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ടീം മുമ്പോട്ട് വരണം എന്നുള്ള ഇതിലാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളെ ടീമിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ഒരു ഫാക്ടറാണ് ഈ എക്സ് പ്ലെയേഴ്സ് നൽകുന്ന വിലയിരുത്തലുകളൊക്കെ. ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ഇതെല്ലാം ഹെൽപ്ഫുള്ളാണ്. അത് ഒരു പോസിറ്റീവ് എന്താ പറയുക ഔട്ട്ലുക്കിനോട് കൂടി പറയുമ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക നമ്മളെ ഹെൽപ്പ് ചെയ്യും, പ്ലെയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊരു ഇൻസൾട്ടായിട്ട് മാറിക്കഴിഞ്ഞിരുന്നാൽ ദാറ്റ് ലുക്സ് വെരി ബാഡ്. നിക്കി ബട്ടും പോൾ സ്കോൾസും പറഞ്ഞിട്ടുള്ള ഈ കാര്യം, ലിച്ചാനെ കുറിച്ചിട്ടുള്ളത്, നമ്മളിപ്പം ഒരു സ്റ്റാറ്റ്സ് വൈസ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ലിച്ച സിറ്റിക്കെതിരെ കളിച്ചിട്ടുള്ള 6 ഗെയിംസിൻ്റെ അകത്ത്, ഹാലൻഡിനെതിരായിട്ടുള്ള ഗെയിംസിൻ്റെ അകത്ത് 6 ഗെയിമിൽ ഒരു കളിയിൽ മാത്രമാണ് ഹാലൻഡ് സ്കോർ ചെയ്തിട്ടുള്ളത്. ബാക്കി 5 കളികളിൽ ഹാലൻഡ് സ്കോർ ചെയ്തിട്ടില്ല. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. ഇതിനകത്ത് പറയുന്നത് വെച്ച് പറഞ്ഞാൽ ഹി പ്ലേഡ് അഗെയിൻസ്റ്റ് ഹാലൻഡ് ഇൻ ദ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് വൺ 4-0 വെൻ അയാക്സ് ബീറ്റ് ഡോട്ട്മണ്ട്. ഹി പ്ലേഡ് അഗെയിൻസ്റ്റ് ഹാലൻഡ് ഇൻ ദ കപ്പ് ഫൈനൽ വെൻ യുണൈറ്റഡ് വൺ. ഹാലൻഡ് ഡിഡ്ന്റ് സ്കോർ then either. In 6 games against Martinez, he didn't score in 5 of them. പിന്നെ അടുത്ത ഒരു ട്വീറ്റ് പറയുന്നത് വെച്ച് പറഞ്ഞാൽ ദിസ് ഇസ് സോ ബാഡ് കമ്മിങ് ഫ്രം സോ കോൾഡ് ലെജൻഡ്സ്. ഹൗ ഡു യു മോക്ക് എ പ്ലെയർ ലൈക്ക് ദിസ് ആൻഡ് ഈവൻ ലാഫിങ് അബൌട്ട് ഇറ്റ് ഇസ് എ ബിഗ് ഷെയിം. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു പ്ലെയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഓക്കെയാണ്, കാരണം അത് അവർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരാളെ മോക്ക് ചെയ്യുകയോ അല്ലാതെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നാൽ ദാറ്റ് doesn't look good. 2024 FA കപ്പ് ഫൈനലിന് ശേഷം പെപ് ഗാർഡിയോള മാർട്ടിനസിനെ കുറിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. ലിസാൻഡ്രോ മാർട്ടിനസ് ഇസ് ടോപ്പ് 5 സെൻറ്റർ ബാക്സ് ഇൻ ദ വേൾഡ്. Guardiola said at that time, he made the difference on this game by playing passes through our defense. അപ്പോൾ പെപ് ഗാർഡിയോള എന്നുള്ള ലെജൻഡായിട്ടുള്ള കോച്ച് പറയുന്നു ലിസാൻഡ്രോ മാർട്ടിനസ് ഇസ് വൺ among the top 5 ഡിഫൻഡേഴ്സ് ഇൻ ദ വേൾഡ്. പിന്നെ
ഈ ഗെയിമിൽ FA കപ്പ് ഫൈനലിന് ഒരു ഡിഫറൻസ് മേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മാർട്ടിനസിൻ്റെ ത്രൂ പാസസ് ആണെന്ന്. സോ ഇത് കമ്മിങ് ഫ്രം എ ഓപ്പോസിഷൻ കോച്ച്. പക്ഷേ ആ സമയത്ത് നമ്മുടെ എക്സ് പ്ലെയേഴ്സ് അവർ എന്താ പറയുന്നത് വെച്ചാൽ അവർ ഇത് കണക്ക് മോശം വാക്കുകളിലൂടെയാണ് നമ്മുടെ പ്ലെയേഴ്സിനെ അവർ അഭിസംബോധന ചെയ്യുന്നത്. സോ ദാറ്റ് ഷോസ് ദ ഡിഫറൻസ്. പോൾ സ്കോൾസ് ലിസാൻഡ്രോ മാർട്ടിനസിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞത് ഇത് ഇവിടെ തുടങ്ങിയ കാര്യമല്ല. ഒരു വർഷം മുമ്പ് സ്കോൾസിൻ്റെ ഒരു കമൻറ്റ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കമൻറ്റ്: ഈവൻ വെൻ ഹീസ് ഫിറ്റ് ഹീസ് നോട്ട് ഗുഡ് ഇനഫ് ടു വിൻ ദ പ്രീമിയർ ലീഗ്. അതിന് റെസ്പോൺസ് എന്നുള്ള ലെവലിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുള്ള റിപ്ലൈ ഇതാണ്: ദിസ് ജിങ്സ് ഗൈ ഇസ് റിയലി ഹേർട്ടിങ്, യു പുട്ട് ഹിം ഇൻ അർജൻറ്റീന ആൻഡ് ഹീ വുഡൻ സർവൈവ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബീഫ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇപ്പോൾ സ്കോൾസ് ഇങ്ങനെ സംസാരിച്ചു എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. നമ്മൾ പല ടീമിൻ്റെ എക്സ് പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞിരുന്നാൽ അവരാരും അവരുടെ ടീമിനെ ഇതേപോലെ ക്രിട്ടിസൈസ് ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ക്രിറ്റിസിസത്തിൻ്റെ ഒരു അയ്യരളി തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ് പ്ലെയേഴ്സ് നൽകുന്നത്. അതിപ്പോൾ പോൾ സ്കോൾസ് ആയാലും നിക്കി ബട്ട ആയാലും ഗാരി നെവൽ, റോയ് കീൻ, അങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ്. നമ്മളിപ്പം ഒരു ജെയ്മി കാരഗർ ലിവർപൂൾ ടീമിനെ കുറിച്ചിട്ട് ഇത്രയധികം നെഗറ്റീവ് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയധികം ഒരു ഹെവി ലെവലിൽ ക്രിറ്റിസിസം പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. അതിപ്പം കാരഗർ മാത്രമല്ല, വേറെ ഏത് ടീമിൻ്റെ പ്ലെയേഴ്സ് ആയാലും എക്സ് പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും അവർ ഈ ലെവലിലേക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് സംശയമാണ്. ഈ എക്സ് പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഇവർ വന്ന് ടീമിനെ സെറ്റ് ചെയ്ത് അന്ന് കപ്പടിച്ചിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഈ ക്ലാസ് ഓഫ് 92 സ്കോൾസ് ആയാലും നിക്കി ബട്ട് ആയാലും ബെക്കം അങ്ങനത്തെ ഉള്ള ടീം, ഇങ്ങനത്തെ ഉള്ള പ്ലെയേഴ്സ് എല്ലാവരും അവർ ഓൾറെഡി സെറ്റായിട്ടുള്ള ഒരു ടീമിൽ വന്നതിന് ശേഷമാണ് അവർ കളിച്ച് അവർ എന്താ പറയുക ആ ഒരു ലെവലിലേക്ക് കയറി വന്നത്. അല്ലാതെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ളൊരു ടീമിൽ ഇവർ കയറി വന്ന് കളിച്ച് ജയിപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് അടിച്ച ഒരു ലെവലിലേക്കൊന്നും അല്ല പോയിക്കൊണ്ടിരുന്നത്. ആ ടീമിൽ ഇപ്പോൾ നിക്കി ബട്ടോ സ്കോൾസോ അല്ലാതെ വേറെ ഏതൊരു പ്ലെയർ വന്നിരുന്നാൽ പോലും ദേ വുഡ് വിൻ ദ ചാമ്പ്യൻഷിപ്പ്. കാരണം സർ അലക്സ് അങ്ങനെയാണ് ആ ടീമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ലെജൻസ് പറയുന്നത് കേട്ടാൽ തോന്നും അവരുടെ ഹിസ്റ്ററിയിൽ അവർ കാരണമാണ് ഇത്രയധികം കപ്പ് എടുത്ത് കൊണ്ടുപോയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഐ ഡോണ്ട് റിയലി എന്താ പറയുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്ക് ഞാൻ വാല്യൂ കൊടുക്കുന്നൊന്നുമല്ല. ബിക്കോസ് ദ ടീം വാസ് ഓൾറെഡി സെറ്റ്. ആ ടീമിലേക്ക് ഇനിയിപ്പം ഏതൊരു നോർമൽ പ്ലെയറിനെ എടുത്തിട്ടാലും ആ സിസ്റ്റത്തിൽ കളിച്ചിട്ട് ദേ വുഡ് വിൻ ദ ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയത് തന്നെ. ഈ എക്സ് പ്ലെയേഴ്സ് ലെജൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം വിട്ട് പോയതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു ടീമിലേക്ക് പോയി ആ ടീമിനെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ചരിത്രം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്ലെയേഴ്സ് ലൈക്ക് റൊണാൾഡോയൊക്കെ റിയൽ മാഡ്രിഡിൽ പോയി അവരെ പഠിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഉണ്ട്. കാരണം അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ എക്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസ്, അതായത് ഈ ക്ലാസ് ഓഫ് 92 ഇതണക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന പ്ലെയേഴ്സ്, ഇവർ വേറെ ഏതെങ്കിലും ടീമിനെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യിപ്പിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ബിക്കോസ് ദേ വേ ഓൾറെഡി പ്ലേയിങ് എ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൽ കളിച്ച് ജയിച്ചു ആൻഡ് ദേ ബിക്കെയിം ലെജൻസ്. പിന്നെ ഈ ലെജൻസിൻ്റെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും കരിയർ കഴിഞ്ഞതിന് ശേഷം ഒരു കോച്ചിങ് ലെവലിലേക്ക് എത്തിയിട്ട് ആരും അങ്ങ് എന്താ പറയുക ബെസ്റ്റ് കോച്ചസ് ഒന്നും ആയിട്ടില്ല. ഗാരി നെവൽ പൂവർ കോച്ച്, പിന്നെ റോയ് കീനാണെങ്കിലും കുറച്ച് ഒക്കെ കോച്ചിങ്ങിലൊക്കെ ഉണ്ട്. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ ഇതൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അത് ചാമ്പ്യൻഷിപ്പ് അടിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ, സോൾസ്റ്റർ ഉണ്ട് ആൻഡ് നിക്കി ബട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിൽ അവരെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ ഉള്ളൂ. അല്ലാതെ ആരും പോയിട്ടൊരു സക്സസ്ഫുൾ കോച്ചിങ് കരിയർ നേടിയിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നേടാത്തത്? ഇവരൊക്കെ ലെജൻസ് അല്ലേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് അടിച്ചിട്ടുള്ള പ്ലെയേഴ്സ് ആണല്ലേ. എന്തുകൊണ്ട് ഇവർക്ക് കോച്ചിങ് ലെവലിലേക്ക് എത്തിയിട്ട് ടീമിനെ കപ്പടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല? സോ ഇത് ബാക്കിലിരുന്ന് ഈ വായ്ത്താളം പറയുന്ന എല്ലാവർക്കും അത് പറ്റും. ബട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കോച്ചിങ് എന്നുള്ള ലെവലിലേക്ക് ഇറങ്ങി ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് അടുപ്പിക്കുക എന്നുള്ള ലെവലിലേക്ക് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻസിനും ഇതുവരെയ്ക്ക് സാധിച്ചിട്ടില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ പണ്ഡിറ്റ്സൊക്കെ ഇപ്പോൾ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മോശം പ്രകടനം കാഴ്ചവെക്കുന്നുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം സംസാരിക്കാനും ക്രിട്ടിസൈസ് ചെയ്യാനും നെഗറ്റീവായിട്ട് കമൻറ്റ്സ് അടിക്കാനായിട്ട് പറ്റുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അങ്ങനെ കാരണം വരുമ്പോൾ ദേ ആർ ബീങ് റെലവൻറ്റ്. അവർ ഇങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, ക്ലിക്സ് കിട്ടുന്നത്. സോ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ദീസ് പീപ്പിൾ ആർ ലിവിങ് ദിയർ ലൈഫ് റൈറ്റ് നൗ ബൈ മേക്കിംഗ് നെഗറ്റീവ് കമൻറ്റ്സ്. ഈ
പണ്ഡിറ്റ്സ് ഇംഗ്ലീഷ് പ്ലെയേഴ്സിനെതിരെ ഇതണക്കത്തുള്ള നെഗറ്റീവ് കമൻസ് പറയുന്നത് ഞാൻ കേൾക്കാറില്ല. ഹാരി മഗ്വയറൊക്കെ എന്തുമാത്രം മോശമായിട്ട് കളിച്ചിട്ടുണ്ട്, ആൻഡ് ലൂക്ക് ഷോ. അപ്പം ഒത്തിരി നമ്മുടെ ടീമിൽ ഒത്തിരി അധികം മോശമായിട്ട് കളിക്കുന്ന ഇംഗ്ലീഷ് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം ഇവർക്കെതിരെ സൈലൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഇവർക്ക് സാധിക്കും. നമ്മുടെ ടീമിലുള്ള നോൺ ഇംഗ്ലീഷ് പ്ലെയേഴ്സിനെതിരെ എപ്പോഴും ഇതണക്ക് നെഗറ്റീവ് ക്രിറ്റിസിസം തുടരെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ എക്സ് പ്ലെയേഴ്സ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാല്യുബിൾ സജഷൻസുമായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഇതണക്ക് നെഗറ്റീവ് ക്രിറ്റിസിസമാണ്. എന്തുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ് പ്ലെയേഴ്സ് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ ടീമിനെ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ സജഷൻ മാനേജ്മെൻറ്റിന് മുന്നിൽ വെക്കാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊന്നുമില്ല. ഇഫ് ദേ ആർ വെരി മച്ച് കൺസേൺഡ് അബൌട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അവരുടെ പുരോഗതിയിലും അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൺസേൺഡ് ആണെങ്കിൽ ദേ ക്യാൻ ഡെഫിനറ്റ്ലി ബ്രിങ് അപ്പ് പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു സജഷനുമായിട്ട് മുമ്പോട്ട് വരാം. ബട്ട് ദേ ഡോണ്ട് ഡൂ ദാറ്റ്. അവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക, ടീമിനെ പുറകോട്ട് വലിക്കുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് കഴിഞ്ഞ വർഷം അർജൻറ്റീന ഒരു മാഗസീന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളൊരു ബിറ്റാണിത്. ജസ്റ്റ് we'll go through this. ഇതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. I believe that every footballer has to be very well prepared mentally because comments from important people, pundits, can bring you down, you know. I am very focused, very grounded in my values, my roots, what I give. I don't need to prove anything. Obviously, if it's constructive criticism, I think criticism always has to exist because otherwise there's no improvement. So obviously, there are situations where people are disparaging and you have to take it with a pinch of salt depending on who it comes from and how it's said, right? Sometimes you talk without having empathy, that understanding with the players, because players now wear a mask that we are strong, that we are this and that. But the truth is that we have fathers, mothers, brothers, friends around us who suffer more than we do because we are machines. We are put up with everything around us. You understand? So മാർട്ടിനസ് പറയുന്ന കാര്യം ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്, എംപത്തി എന്നുള്ളൊരു കാര്യം ആവശ്യമാണ്. യു ക്യാൻ ക്രിട്ടിസൈസ്, അതാണ് പ്ലെയേഴ്സിന് കിട്ടുന്ന മോട്ടിവേഷൻ ടു മൂവ് ഫോർവേഡ്. പക്ഷേ അതിൻ്റെ കൂടെ എംപത്തിയും കൂടെ വേണം എന്നാണ് മാർട്ടിനസ് ഇവിടെ പറയുന്നത്. ആൻഡ് ഹീസ് ഓൾസോ സെയിങ്, ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ മദേഴ്സ്, ഫാദേഴ്സ്, ബ്രദേഴ്സ്, ചിൽഡ്രൻ, ഇങ്ങനത്തുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പം പ്ലെയേഴ്സിനെ കുറിച്ചിട്ട് ഇത്രയും മോശമായിട്ട് പറയുമ്പം അത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, പ്ലെയേഴ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദ ഫാമിലി ഓൾസോ. അപ്പം ഇതേ കണക്ക് പോൾ സ്കോൾസിൻ്റെയും നിക്കി ബട്ടിൻ്റെയൊക്കെ കമൻസ് ഇതണക്കിങ്ങനെ ഹാളിൻ്റെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും സ്കൂൾ കുട്ടിയെ പോലെ എന്നൊക്കെ പറയുമ്പം ഐ മീൻ ലൈക്ക് അവർ ദേ ആർ ഗെറ്റിംഗ് ഇൻസൾട്ടഡ്, പ്ലെയേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ ഫാമിലീസ് ഗെറ്റിംഗ് ഇൻസൾട്ടഡ്. ഇപ്പം അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം മറ്റു കുട്ടികൾ മോക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. സോ ഐ മീൻ ആസ് പണ്ഡിറ്റ്സ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് ദേ സേ, അല്ലേ? അവർ പറയുന്ന വാക്കുകളിലൊക്കെ അളന്ന് ഇതായിട്ട് പറയണം. അല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പിനെ തന്നെയാണ്, ആ ഫാമിലിയെ തന്നെയാണ്. ഈ റെഗുലർ ക്രിറ്റിസിസമായിട്ട് മുമ്പോട്ട് പോകുന്ന വേറെ ഒരു പണ്ഡിറ്റാണ് ഗാരി നെവിൽ. സോ നമുക്കറിയാം ഗാരി നെവിൽ ഇത് റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിറ്റിസിസത്തിൻ്റെ പുറത്താണ്. ഗാരി നെവിൽ വാസ് എ പ്ലെയർ, ഗുഡ് പ്ലെയർ, അതൊക്കെയാണ്. ഓബ്വിയസ്ലി ആ ഒരു ടൈമിലുണ്ടായിരുന്ന പ്ലെയേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് തന്നെയായിരുന്നു, ബിക്കോസ് ദേ വർ പ്ലേയിങ് അണ്ടർ എ സിസ്റ്റം. അപ്പോൾ ഈ ഒരു കമൻറ്റ് നമുക്ക് നോക്കാം. ഒരു ഫാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണ്, ഇഫ് there's one person who's benefited from United being shit, it's Gary Neville. For years, he's milked United for clicks and content. He spent that time criticizing manager after manager, yet when his mate got the job, he went quiet. He constantly contradicts himself. He said Erik ten Hag should move to a back three. Then when Amorim actually used a back three, Neville started going on about how it's not how United should play because it's United DNA. Pure hypocrisy. You don't see Henry getting podcast focused on Arsenal. You don't see Gerrard or Carragher doing the same thing for Liverpool or Terry for Chelsea. It's always United legends because United sells. Talking about United, especially when the club is struggling, brings attention you simply don't get from any other club or topic.
It's unfortunate, but it's true. At this stage, you start to wonder whether Gary even wants United to be great again. Because the dysfunction is what keeps him relevant and making money. സോ ഫാൻസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് കുറേ നാളായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ ക്ലിക്ക് ചെയ്യും, കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്യും, വാച്ച് ചെയ്യും. അങ്ങനെ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പണ്ഡിറ്റ്സ് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ് ലെജൻഡ്സ് അല്ലെങ്കിൽ എക്സ് പ്ലെയേഴ്സ് തന്നെയാണ് ഈ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്നത്. സോ എനിക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, we definitely can criticize players, constructive criticism കൊടുക്കാം, എല്ലാം ചെയ്യാം. ബട്ട് we need to be empathetic about these players. അവർ ഒരു ഫാമിലിയും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. അത് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് പറയുമ്പം ഇറ്റ് എഫക്ട്സ് ദിയർ ഫാമിലി, ദിയർ വെൽബീയിങ്, അവരുടെ ചിൽഡ്രൻ ഹു ആർ വാച്ചിങ്. അപ്പോൾ അതൊരു നെഗറ്റീവ് എഫക്റ്റാണ് മൊത്തത്തിൽ ഉണ്ടാകുന്നത്. ഇത് പറയുന്നവർക്ക് അതൊരു തമാശയായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നു. ബട്ട് അതർവൈസ് ലൈക്ക് ഇറ്റ്സ് എഫക്റ്റിംഗ് പീപ്പിൾ അറൗണ്ട്, അല്ലേ? സോ ഓൾവേസ് ഹാവ് എന്താ പറയുക, ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം ആണ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ് ഏതൊരു ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മോട്ടിവേറ്റ് ദ പ്ലെയേഴ്സ് ടു പെർഫോം ബെറ്റർ. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഇൻ്റർവ്യൂവിൽ പോൾ സ്കോൾസും നിക്കി ബട്ടും പറഞ്ഞത് ഓവർ ബോർഡ് ആയിപ്പോയോ, അതോ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്നുള്ളത് പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, സോ യെസ്, ഇന്നത്തെ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് സിറ്റി ആയിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ക്രാക്കിംഗ് ഗെയിം ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ അടിക്കണേ പ്ലീസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.